ഇതാണ് ഞാൻ തയ്ച്ച കൊടി. ഇതിന്റെ തയ്ക്കുന്ന സമയത്ത് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ദേവിക്ക് മാത്രമാണ്. അല്ലാതെ ഞാൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എനിക്കിതിൽ യാതൊരു കഴിവോ ഒരു പങ്കോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിട്ട ഈ കൊടിയിലോട്ട് സൂചി വെച്ച് തയ്ക്കാനൊരുങ്ങുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ തയ്ച്ചെന്ന് പറയാൻ ഒക്കത്തില്ല. ദേവി തന്നെ ചെയ്ത ഒരു കൊടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. എനിക്കിത് ഒരു ക്രെഡിറ്റും ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇത് ദേവിയുടെ താല്പര്യപ്രകാരം ദേവിയുടെ കൊടിയാണ്. കുളത്തിലേക്ക് വെള്ളം പകരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആദ്യമായി കാണുന്നത് ആ തൃക്കൊടിയുടെ പ്രതിരൂപം, ഒരു കാൻവാസിൽ വരച്ച പ്രതിരൂപം അവിടെ ഇരിക്കുന്നതാണ്. പറയാനുള്ള 24 വർഷത്തിന് മുമ്പ് ഒരു കൊടി നമ്മൾ തുന്നണമെന്ന് തോന്നി. അങ്ങനെ തുന്നി അതൊരു 60 ദിവസം എടുത്ത് വ്രതത്തോടു കൂടി 60 ദിവസം എടുത്ത് ചെയ്തതാണ്. അന്നേരം അത് ഇന്നിപ്പോൾ 24 വർഷമായി. ദേവിക്ക് തത്തുല്യം പ്രാധാന്യം അർഹിക്കുന്നതാണ് അമ്മയുടെ പ്രതിരൂപമായ തൃക്കൊടി. സ്വർണവിഭൂഷിതമായ ആ തൃക്കൊടി ഉത്സവത്തോടനുബന്ധിച്ച് എഴുന്നള്ളിക്കുമ്പോൾ അമ്മയുടെ പുറത്ത് എഴുന്നള്ളത്തായി സങ്കല്പിക്കുകയും ആ സങ്കല്പത്തിൽ ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് കണ്ട് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അമ്മയെ മനസ്സിൽ കണ്ട് ധ്യാനിക്കുവാൻ കിട്ടുന്ന ഒരവസരമായിട്ടാണ് തൃക്കൊടി എഴുന്നള്ളത്ത് നടത്താറുള്ളത്. പ്രത്യേകിച്ച് തൃക്കൊടി എന്ന് പറയുന്നത് വളരെ പരിപാവനം എന്നുള്ളതിനുപരി അമ്മയെ ആദരിക്കുന്നതിന് തുല്യമായി ഭക്തജനങ്ങൾ ആദരിക്കുന്ന, ഭക്തിയാദരപൂർവ്വം ആദരിക്കുന്ന ഒന്നാണ്. ഉത്സവ ദിവസങ്ങളിൽ മാത്രമാണ് ഇത് ക്ഷേത്രത്തിൽ എത്തുന്നത്. അതിനു മുമ്പ് കൊട്ടാരക്കര ദേവസ്വം ഓഫീസിലാണ് അത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നത്. അവിടെ നിന്നും ഉത്സവത്തോടനുബന്ധിച്ച് വളരെ ആർഭാടത്തോടുകൂടി ആഘോഷമായി കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഭക്തജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി പ്രദർശിപ്പിക്കുകയാണ് പതിവ്. അങ്ങനെ പ്രാധാന്യമുള്ള നമ്മുടെ അമ്മയുടെ തൃക്കൊടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രതിരൂപം, ആ തൃക്കൊടിയുടെ ഒരു പ്രതിരൂപം ഇന്ന് ക്ഷേത്രത്തിൻ്റെ തുല്യം പ്രാധാന്യമുള്ള ഏറ്റവും പരിപാവനവും പരിശുദ്ധമായ അരത്തകണ്ടൻ കുളത്തിൽ തീർത്ഥം കഴിക്കാൻ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ആ തൃക്കൊടിയുടെ പ്രതിരൂപം കാണുവാനുള്ള ഒരവസരം ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ കുളത്തിലേക്ക് വെള്ളം പകരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആദ്യമായി കാണുന്നത് ആ തൃക്കൊടിയുടെ പ്രതിരൂപം, ഒരു കാൻവാസിൽ വരച്ച പ്രതിരൂപം അവിടെ ഇരിക്കുന്നതാണ്. അതിന്ന് 24 വർഷം പിന്നിടുകയാണ്. അതാരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി അങ്ങനെ ഒന്ന് സമർപ്പണം നടത്തിയതെന്ന് ഇപ്പോൾ അറിയുന്നത് കൗതുകകരമാണ്. അത് മറ്റാരുമല്ല, നമുക്കറിയാവുന്ന പോലെ നമ്മുടെ അരക്കൽ മലമേൽ തേവരത്തോട്ടം ഇവിടെയും കരക്കാരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഇടയും കരയിൽപ്പെട്ട സൂര്യമംഗലത്ത് ഏറ്റവും പ്രിയപ്പെട്ട സുമനാണ്. അന്നൊരു ദിവസം അദ്ദേഹം എത്തി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു തൃക്കൊടിയുടെ ഒരു പ്രതിരൂപം ആലേഖനം ചെയ്യുന്നുണ്ട്, ഒരു കാൻവാസിൽ പകർത്തുന്നുണ്ട്. അത് ക്ഷേത്രകുളത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം ലഭിക്കുമാറ് പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു അനുവാദം കിട്ടിയാൽ ഉപകാരമാണ്, സന്തോഷമുണ്ട്. അമ്മയുടെ നാമത്തിൽ എനിക്കത് അമ്മയ്ക്ക് വേണ്ടി സമർപ്പണം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അത് ഏറ്റവും നല്ല ഉചിതമായ ഒരു നടപടിയാണ് എന്ന് ബോധ്യപ്പെട്ട് മറ്റ് കമ്മിറ്റിക്കാരും കരയുടെ ആളുകളുമായി ആലോചിച്ച് അദ്ദേഹത്തിന് അതിനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെയാണ് ഇന്ന് നാം അരത്തകണ്ടൻ കുളത്തിൽ ജലത്തിൻ്റെ പ്രതലത്തോട് ചേർന്ന് കുളത്തിൻ്റെ വടക്ക് ഭാഗത്ത് ആണെന്ന് നമ്മുടെ അമ്മയുടെ പ്രതിരൂപമായ തൃക്കൊടിയുടെ മറ്റൊരു പ്രതിരൂപം. തീർച്ചയായിട്ടും അത് അവിടെ അതിനുവേണ്ടി പരിശ്രമിച്ച ശ്രീ സുമന 24 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നും അതൊരു ഓർമ്മയായി നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അമ്മയ്ക്ക് വേണ്ടി നൽകിയ
ഏറ്റവും വലിയ ഒരു ആദരവായി അദ്ദേഹം അതിനെ ഇപ്പോഴും ആദരിക്കുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷമുള്ളതാണ്. അദ്ദേഹത്തിന് അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ പുതിയ വർക്കിന് വേണ്ടിയാ അന്ന് അത് ചെയ്യണമെന്ന് തോന്നിയതും. ഇതിനൊക്കെ പുതിയ ഒരു ക്ഷേത്രം അന്ന് ജീർണിച്ച് വലിയ ബുദ്ധിമുട്ടിൽ ഇരുന്ന ഒരു ക്ഷേത്രമായിരുന്നു. അന്നേരം അത് ദേവിയുടെ ഒരു ഇതാണ്, അത് വേണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്താനും എനിക്കത് തോന്നാനും നമ്മളത് ചെയ്ത് സമർപ്പിക്കുകയും ചെയ്തു. ഇത് തയ്ച്ചതിന് ശേഷം നമ്മൾ സൗദിയിലോട്ടങ്ങ് പോവുക ചെയ്തത്. പിന്നെ തയ്ക്കലിന് ഇരുന്നില്ല, അധികം തയ്ക്കാനായിട്ടിരുന്നില്ല. പിന്നെ സൗദിയിൽ നിന്ന് വന്ന് ഇപ്പം വീണ്ടും തയ്യലും മെക്കാനിക്കലും എല്ലാം കൊണ്ട് പോവുക.